അവർ പരിഭ്രാന്തരായി. വിളക്കുകൾ വീണ്ടും മിന്നി. അവർ വീടിന്റെ ഇരുണ്ട ഭാഗങ്ങളിലേക്ക് ചിതറി ഓടി. അനിൽ താൻ അവസാനമില്ലാത്ത ഒരു ഇടനാഴിയിൽ ഒറ്റപ്പെട്ടതായി കണ്ടെത്തി. അവൻ ഭിത്തിയോട് ചേർന്ന് നിന്നു. അവന്റെ വിളക്ക് വിറച്ചു. അവന്റെ ശ്വാസം അവൻ പിടിച്ചു നിർത്തി. പക്ഷേ അവന്റെ അടുത്തായി മറ്റൊരാളുടെ ശ്വാസം കൂടി കേട്ടു. അവന്റെ ചെവിയിൽ ചൂടുള്ളതും നനഞ്ഞതുമായിരുന്നു അത്. തിരിയരുത്, ഒരു കുട്ടിയുടെ ശബ്ദം മന്ത്രിച്ചു. അവന്റെ ശരീരത്തിലെ ഓരോ പേശിയും മരവിച്ചു. അവൻ ആ ശബ്ദം ഇല്ലാതാക്കാൻ കണ്ണുകൾ ഇറുക്കിയടച്ചു. ശബ്ദം വീണ്ടും വന്നു, കൂടുതൽ നനഞ്ഞതും അടുത്തും. തിരിയരുത്. അവൻ സഹിക്കാൻ കഴിഞ്ഞില്ല. അവന്റെ സഹജാവബോധം അവനെ ഒറ്റുകൊടുത്തു. അവൻ തിരിഞ്ഞു. ഒരു മുഖം അവന്റെ മുഖത്തിന് തൊട്ടുമുകളിൽ സീലിംഗിൽ നിന്നും തലകീഴായി തൂങ്ങിക്കിടന്നു. അതിന്റെ കണ്ണുകൾ കറുത്ത വെള്ളം നിറഞ്ഞ കുഴികളായിരുന്നു. അതിന്റെ വായിൽ പല്ലുകൾക്ക് പകരം ഇരുട്ടിൽ നനഞ്ഞുപുളയുന്ന വെളുത്ത ചുളിവുള്ള വിരലുകളായിരുന്നു. അനിൽ അലറിക്കൊണ്ട് അവന്റെ വിളക്ക് മുകളിലേക്ക് ഉയർത്തി. തീജ്വാലകൾ മിന്നി. ആ മുഖം അപ്രത്യക്ഷമായി. പക്ഷേ വിളക്ക് തകർന്നു. അവന്റെ അലർച്ച ഇടനാഴിയിലൂടെ പ്രതിധ്വനിച്ചു. അവൻ ശ്വാസം മുട്ടിക്കുന്ന ഇരുട്ടിൽ ഒറ്റപ്പെട്ടു. ദീപ ഒരു കിടപ്പുമുറിയിൽ തട്ടി വീണു. ഒരു ചെറിയ രൂപം കട്ടിലിൽ തലകുനിച്ചിരുന്നു. അവളുടെ മുടി നനഞ്ഞുകിടന്നു. അത് പതിയെ എഴുന്നേറ്റു. വെള്ളം അതിന്റെ കാൽക്കീഴിൽ കുളമായി. കഴുത്ത് നേരെയാക്കിയപ്പോൾ അത് ശബ്ദമുണ്ടാക്കി. അവൾ ജനലിലേക്ക് ഓടി. അടഞ്ഞുകിടന്ന ജനൽ തുറക്കാൻ ശ്രമിച്ചു. പക്ഷേ പുറത്ത് ഗ്രാമമോ കാടോ ആകാശമോ ഉണ്ടായിരുന്നില്ല. ജനലിൽ കറുത്ത വെള്ളം മാത്രം. കുട്ടികളുടെ വിളറിയ നീരുറച്ച മുഖങ്ങൾ അതിൽ ഒഴുകി നടന്നു. അവരുടെ കണ്ണുകൾ തുറന്ന് അവളെ നോക്കി. അവരുടെ ചുണ്ടുകൾ ഒന്നിച്ചു നീങ്ങി. അവൾക്ക് കേൾക്കാൻ കഴിയാത്ത എന്തോ മന്ത്രിച്ചു. ജനൽ വിണ്ടുകീറി. ആദ്യം പതിയെയും പിന്നെ വേഗത്തിലും വെള്ളം ഒഴുകിയെത്തി. കട്ടിലിലെ കുട്ടി ചിരിച്ചു. വാ അമിതമായി തുറന്നു. ഞങ്ങളോടൊപ്പം ചേരൂ, അത് മന്ത്രിച്ചു. ചില്ല് തകർന്നു. വെള്ളം അകത്തേക്ക് കുതിച്ചുകയറി. അവളെ തറയിലേക്ക് വീഴ്ത്തി. വെള്ളം അവളുടെ ശ്വാസകോശങ്ങളിൽ നിറയുമ്പോൾ അവൾ അലറി. അവളുടെ വിളക്ക് കെട്ടുപോയി. കിരൺ ഇപ്പോഴും മുകളിലേക്ക് കയറുകയായിരുന്നു. കോണിപ്പടി വളഞ്ഞും നീണ്ടും അവനെ അവസാനം ഇല്ലാത്ത ഉയരങ്ങളിലേക്ക് വലിച്ചു. അവന്റെ കാലുകൾക്ക് പൊള്ളലേൽക്കുന്നുണ്ടായിരുന്നു. ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ടി. എന്തോ തണുത്ത ഒന്ന് അവന്റെ കണങ്കാലിൽ പിടിച്ചു. അവൻ അതിനെ ഉന്തി മാറ്റി മുകളിലേക്ക് ഇഴഞ്ഞു. മുന്നിൽ ഒരു വിളക്ക് മിന്നി. അത് അവന്റെയായിരുന്നില്ല, മറ്റൊരാളുടെ. ദീപ, അവൻ നിസ്സഹായനായി ചോദിച്ചു. നഗ്നപാദങ്ങൾ അവന്റെ അടുത്തേക്ക് ഓടി. അവൻ കൂടുതൽ വേഗത്തിൽ കയറി. ആ വെളിച്ചത്തെ പിന്തുടർന്നു. അവസാനം അവനതിന്റെ അടുത്തേക്ക് എത്തി. ആ രൂപം തിരിഞ്ഞു. ഒരു കുട്ടി. കണ്ണുകളില്ലാത്ത കുഴികൾ. അതിന്റെ ചിരിയിൽ നിന്ന് വെള്ളം ഇറ്റുന്നു. അവന്റെ ശബ്ദം ദീപയുടേതായിരുന്നു. അത് മന്ത്രിച്ചു. കിരൺ, എന്നെ സഹായിക്കൂ. വിളക്ക് പൊട്ടി. ഇരുട്ട് അവനെ പൂർണ്ണമായി വിഴുങ്ങി. മീര തീൻമുറിയിലേക്ക് വീണു. പൊട്ടിയ കണ്ണാടിയിലെ അവളുടെ പ്രതിബിംബം അവളുടെ ചലനങ്ങളെ അനുകരിച്ചില്ലത് ഒറ്റയ്ക്ക് ചിരിച്ചു. മേശയ്ക്ക് ചുറ്റും മുങ്ങിമരിച്ച കുട്ടികൾ ഇളകി. തലകൾ ഉയർന്നു. കണ്ണുകൾ തുറന്നു. അവരുടെ വായ തുറന്നു. അതിൽ നിന്ന് ശ്വാസം മുട്ടി മരിക്കുന്ന ശബ്ദം പോലെ നനഞ്ഞ ഒരു ശബ്ദം പുറത്തുവന്നു. കണ്ണാടിയിലെ പ്രതിബിംബം കസേരയിൽ നിന്ന് എഴുന്നേറ്റ് മുന്നോട്ട് വന്നു. അതിന്റെ ചിരി കൂടുതൽ വിടർന്നു. തൊലി കീറി. കണ്ണുകൾ കറുത്ത കണ്ണുനീർ ചോർത്തി. മീര വിറച്ചുകൊണ്ട് വിളക്ക് ഉയർത്തി. വെളുത്ത വസ്ത്രം ധരിച്ച പെൺകുട്ടി അവളുടെ കൈകൊണ്ട് മേശപ്പുറത്ത് ആഞ്ഞുതട്ടി. വെള്ളത്തുള്ളികൾ പുറത്തേക്ക് തെറിച്ചു. ഇവിടെ നിൽക്കൂ, അവൾ ഒച്ചയുണ്ടാക്കി. ആരും പുറത്തു പോകുന്നില്ല. കുട്ടികൾ നനഞ്ഞ കാൽവെപ്പുകളോടെ അടുത്തു വന്നു. പ്രതിബിംബവും അവളോട് മുഖാമുഖം നിൽക്കുന്നതുവരെ അടുത്തു വന്നു. അതിന്റെ തണുത്ത വിരലുകൾ അവളുടെ കവിളിൽ തൊട്ടു. അവളുടെ വിളക്ക് കെട്ടു. പൊള്ളയായ വീട് നെടുവീർപ്പിട്ടു. അതിന്റെ ചുവരുകൾ സംതൃപ്തിയോടെ ഞരങ്ങി. ആഴങ്ങളിൽ നിന്ന് മുങ്ങിമരിച്ച കുട്ടികളുടെ ചിരി ഉയർന്നു. ഇപ്പോൾ പുതിയ 4 ശബ്ദങ്ങളും ഇരുട്ടിൽ നിലവിളിക്കുന്നുണ്ടായിരുന്നു. അത് അവസാനിച്ചിട്ടില്ലായിരുന്നു. അനിൽ വളഞ്ഞും പുളഞ്ഞും പോകുന്ന ഇടനാഴികളിലൂടെ നടന്നു. ഭിത്തികൾ സിരകൾ പോലെ സ്പന്ദിക്കുന്നുണ്ടായിരുന്നു. അവന്റെ കൈകളിൽ അഴുകിയ ഒരു ദ്രാവകം പറ്റിപ്പിടിച്ചു. മുന്നിൽ ഒരു വിളക്ക് മിന്നി. മീര അവിടെ നിന്നു. അനിൽ, അവൾ മന്ത്രിച്ചു. കൈനീട്ടി. എന്നെ സഹായിക്കൂ, നമുക്ക് പോകണം. അവൻ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അവളുടെ കൈകളിൽ പിടിച്ചു. അവളുടെ ചർമ്മം ഐസ് പോലെ തണുത്തതായിരുന്നു. നമുക്ക് വാതിൽ കണ്ടെത്താൻ ഒരുമിച്ച് പോകാം. എന്നാൽ ആ പൊട്ടിയ കണ്ണാടി അവളെ ഒറ്റിക്കൊടുത്തു. അതിൽ അവൻ പിടിച്ചിരുന്ന രൂപം മീരയായിരുന്നില്ല. വെളുത്ത വസ്ത്രം ധരിച്ച പെൺകുട്ടിയായിരുന്നു അത്. അവളുടെ ചിരി വികൃതമായിരുന്നു. കണ്ണുകളിൽ നിന്ന് കറുത്ത ദ്രാവകം ഇറ്റുന്നു. ആ പ്രതിബിംബം നിശബ്ദമായി ചിരിച്ചു. അവന്റെ കയ്യിലുള്ളത് മുറുകെ പിടിച്ചു. ഇവിടെ നിൽക്കൂ. വിളക്ക് പൊട്ടി. ഒടുവിൽ കിരൺ ഒരു വാതിലിനടുത്തെത്തി. അവന്റെ അവസാനമില്ലാത്ത കയറ്റത്തിന്റെ മുകളിലായിരുന്നു അത്. അവൻ അത് നിസ്സഹായനായി തള്ളിത്തുറന്നു. അതിനുമപ്പുറം ഒരു മുറിയായിരുന്നില്ല, വെള്ളം മാത്രം. കറുത്ത വെള്ളത്തിന്റെ ഒരു സമുദ്രം മുന്നോട്ട് കുതിച്ചു. അനന്തമായി എല്ലാം വിഴുങ്ങി. അതിൽ ഡസൻ കണക്കിന്, നൂറുകണക്കിന് കുട്ടികൾ ഒഴുകി നടന്നു. അവരുടെ മുഖങ്ങൾ അവനഭിമുഖമായി തിരിഞ്ഞു. വായ തുറന്നും അടഞ്ഞു. അവർക്കിടയിൽ ദീപ ഒഴുകി നടന്നു. അവളുടെ കണ്ണുകൾ അവനെ കണ്ടു. അവളുടെ കൈ നീട്ടി. എന്നെ സഹായിക്കൂ, അവൾ മന്ത്രിച്ചു. അവൻ തിരികെ കൈനീട്ടി.
വെള്ളം മുന്നോട്ട് കുതിച്ചു, അവനെ നിലവിളിച്ചുകൊണ്ട് അതിന്റെ ആഴങ്ങളിലേക്ക് വലിച്ചിഴച്ചു. വാതിൽ അടഞ്ഞു. മീര ഇപ്പോഴും തീൻമുറിയിൽ ചുറ്റപ്പെട്ട നിലയിലായിരുന്നു. അവളുടെ പ്രതിബിംബം വിടർന്നു ചിരിച്ചു. കുട്ടികൾ നനഞ്ഞ ശബ്ദത്തിൽ അവളുടെ പേര് മന്ത്രിച്ചുകൊണ്ട് അടുത്തുവന്നു. വെളുത്ത വസ്ത്രം ധരിച്ച പെൺകുട്ടി മേശയുടെ തലയിൽ ഇരുന്നു, പതിവായി തടിയിലേക്ക് ഇറ്റിച്ചുകൊണ്ട്. നിനക്കതൊന്നും ഓർമ്മയില്ല അല്ലേ? അവൾ മന്ത്രിച്ചു. മീര തലയാട്ടി, കണ്ണുനീർ ഒഴുകി. എന്തോ ഓർക്കാൻ? ഇത് നിന്റെ വീടായിരുന്നു. പണ്ട് നീ ഇവിടെ താമസിച്ചു, ഞങ്ങളോടൊപ്പം. നീ കൊളിച്ചു, നീ ചിരിച്ചു, എന്നിട്ട് ഞങ്ങളെ വെള്ളത്തിൽ ഉപേക്ഷിച്ചു. പ്രതിബിംബത്തിന്റെ ചുണ്ടുകൾ അവളുടേതുമായി ഒരുമിച്ച് നീങ്ങി. ഓർമ്മകൾ തുറന്നു. ഒരു കൊടുങ്കാറ്റ്. വെള്ളം ഹാളുകളിലൂടെ കുതിച്ചു. കുട്ടികൾ പൂട്ടിയിട്ട വാതിലുകളിൽ ആഞ്ഞടിച്ചു. അവൾ വാതിൽ അടച്ചു, താഴിട്ടു, അവരെ ഉപേക്ഷിച്ചു. അവളുടെ നിലവിളി വീടിനെ പിളർന്നു. പൊള്ളയായ വീട് തിരികെ അലറി, അതിന്റെ ഭിത്തികൾ തകർന്നു. ഓരോ ഭിത്തിയിലൂടെയും വെള്ളം കുതിച്ചുകയറി എല്ലാ മുറികളെയും വിഴുങ്ങി. പ്രഭാതത്തിൽ ഗ്രാമവാസികൾ വീട് എപ്പോഴും പോലെ കണ്ടെത്തി. നിശബ്ദമായിരുന്നു, ചാഞ്ഞും ശൂന്യവും. പക്ഷേ ഗേറ്റ് തുറന്നു കിടന്നു, നനഞ്ഞിരുന്നു. ഉള്ളിലെ പൊടി വെള്ളം കാരണം ഇരുണ്ടതായിരുന്നു. ചെറിയ കാൽപ്പാടുകൾ നിഴലുകളിലേക്ക് നീണ്ടു. സുഹൃത്തുക്കളെ പിന്നീട് ആരും കണ്ടിട്ടില്ല. പക്ഷേ കൊടുങ്കാറ്റുകൾ കുന്നിൻ മുകളിലൂടെ ഉരുണ്ടുപോകുമ്പോൾ, പൊള്ളയായ വീടിന്റെ ജനലുകൾ അദൃശ്യമായ കൈകളാൽ ശബ്ദമുണ്ടാക്കുമ്പോൾ, ഗ്രാമവാസികൾക്ക് ഇപ്പോഴും അകത്തുനിന്നും ചിരി കേൾക്കാം. കുട്ടികളുടെ ചിരി, ഒപ്പം പുതിയ 4 ശബ്ദങ്ങളുടെ നിലവിളിയും. അത് അനന്തമായ ഇരുട്ടിൽ എന്നേക്കുമായി ബന്ധിക്കപ്പെട്ടു.